ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരള PSC ഇപ്പോൾ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തികകളിൽ ഡിഗ്രി യോഗ്യതയുള്ള, അതായത് എനി ഡിഗ്രി യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 5 തസ്തികകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താൻ. ഇപ്പോൾ കേരള PSCയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരുപാട് തസ്തികകൾ ജനുവരി 29 വരെ വിളിച്ചിട്ടുള്ള ഏകദേശം 300-ൽ പരം തസ്തികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിൽ സെപ്പറേറ്റ് ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി +2 അല്ലെങ്കിൽ SLC യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികൾ തൊട്ടുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കോമൺ ആയിട്ട് ഇനി ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില തസ്തികളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്താൻ. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് സ്റ്റേറ്റ് വൈഡ്, അതായത് സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തസ്തിക എന്ന് നോക്കാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് കാറ്റഗറി നമ്പർ 576, അതായത് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ തസ്തിക. അത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. കാരണം നേരത്തെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് 576 സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി, അത് എനി ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം നിരവധി വേക്കൻസികളാണ് ഈ ഒരു തസ്തികയ്ക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. കാരണം സാലറി സ്കെയിൽ നോക്കുക 39,300 മുതൽ 83,000 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ഒരുപാട് വേക്കൻസികൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 36 വയസ്സ് വരെ, 18 മുതൽ 36 വയസ്സ് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് എനി ഡിഗ്രി ഉള്ളവർക്കാണ്. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, അത് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ദി വിജിലൻസ്, അതേപോലെ ഓഫീസ് ഓഫ് ദി എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ്. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് വിളിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട തസ്തിക ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടെ കാറ്റഗറി നമ്പർ 576 അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തസ്തിക നമ്മൾ നോക്കാം. കാറ്റഗറി നമ്പർ 510, അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് SI, അത് നമ്മൾ വിളിക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഈ ഒരു തസ്തികയും ഒരുപാട് സാധ്യതയുള്ള തസ്തിക തന്നെയാണ്. അപ്പോൾ അതിനും ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം, ജസ്റ്റ് ഡിഗ്രിയാണ്. അതേപോലെ ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കുക. SIയുടെ സാലറി സ്കെയിൽ സ്റ്റാർട്ടിങ് തന്നെ 45,600 മുതൽ 95,600 വരെ സാലറി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. അതിൽ വേക്കൻസി, ഒരുപാട് വേക്കൻസികൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, കാറ്റഗറി, അതായത് ഏകദേശം 3 കാറ്റഗറിയാണുള്ളത്. 31 വയസ്സ് വരെ ഉള്ളത് നോർമലി അതായത് നോർമലി ഏജ് 31 വയസ്സ് വരെ ഉള്ളവർക്ക്, അതേപോലെ SC/ST, അതേപോലെ OBC-കാർക്കുള്ള റിലാക്സേഷൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ജസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഫിസിക്കലി, അത് SIക്ക് ഫിസിക്കലി നമ്മൾ കൃത്യമായിട്ട്, അതായത് ഏത് SI ആയാലും പോലീസ് കോൺസ്റ്റബിളായാലും ഒരേ രീതിയിലുള്ള റൂൾ തന്നെയാണ്. അതായത് ഹൈറ്റ് 165, അതേപോലെ തന്നെ ഹൈറ്റ് ചെസ്റ്റ്, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 81 വേണ്ടത്. ഓക്കെ, അപ്പോൾ SC/ST ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ ശ്രദ്ധിക്കുക, ഹൈറ്റ് 160 മതി. അതേപോലെ തന്നെ SC/ST ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ 155 ഫീമെയിൽ വിഭാഗത്തിൽ. അപ്പോൾ ഈ രീതിയിൽ വ്യത്യാസം ശ്രദ്ധിക്കുക. നോർമലി 165 മെയിൽ സ്റ്റാഫിനും നോർമലി 160 ഫീമെയിൽ സ്റ്റാഫിനുമാണ് ഹൈറ്റ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈറ്റും വെയ്റ്റുമുള്ള ചെസ്റ്റുമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു SI തസ്തിക വളരെ പ്രധാനപ്പെട്ടൊരു തസ്തിക തന്നെയാണ്. നിലവിൽ പെട്ടെന്ന് ഒരു സർവീസിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് SI വളരെ ഉപകാരപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു മൂന്നാമത്തെ തസ്തിക നമുക്ക് പരിചയപ്പെടാം. കാറ്റഗറി നമ്പർ 597. കാറ്റഗറി നമ്പർ 597, അതായത് കേഷ്യർ കം അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ നേരത്തെ അതായത് വിളിച്ചിട്ടുള്ള ഈ ഒരു തസ്തിക അക്കൗണ്ടൻറ്റ് തസ്തികയിലോട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും നോക്കാം. അതായത് കേഷ്യർ കം അക്കൗണ്ടൻ്റ് തസ്തിക കാറ്റഗറി നമ്പർ ഒന്നുകൂടി നോട്ട് ചെയ്ത് നോക്കുക, 597. സാലറി സ്കെയിൽ, അതായത് 11,910 വരെയാണ് സാലറി സ്കെയിൽ ഉള്ളത്. അതായത് നിലവിൽ ഒരു വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയാണ്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജസ്റ്റ് അതായത് ക്വാളിഫിക്കേഷൻ ഓക്കെ, ജസ്റ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതായത് കൊമേഴ്സിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതിൽ 2 years എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിങ് ക്യാഷ്. അപ്പോൾ ജസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള
കൊമേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേസെടുക്കാം അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക. അപ്പോൾ നിലവിൽ ഒരു വേക്കൻസി മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുവാൻ പിന്നീട് വേക്കൻസി വരികയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. ഇനി അതുപോലെ മറ്റൊരു തസ്തിക നമുക്ക് പരിചയപ്പെടാം. അത് കാറ്റഗറി നമ്പർ സ്റ്റേറ്റ് വൈഡ് 724 724 തസ്തിക, അതായത് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഇത് അക്കൗണ്ട് തസ്തികയിൽ തന്നെ മറ്റൊരു തസ്തികയാണ്. കേരള ജനറൽ സർവീസിലാണ് ഡിവിഷണൽ അക്കൗണ്ട് തസ്തിക വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ട് സാലറി നോക്കേണ്ട കാര്യം സ്റ്റാർട്ടിങ് തന്നെ 50,200 മുതൽ 1,05,300 വരെ. മറ്റു തസ്തികകൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സാലറിയുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് ഡിവിഷണൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു തസ്തിക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത് ഏജ് ലിമിറ്റ് 36 തന്നെ നോർമലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് യൂണിവേഴ്സിറ്റി ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് ക്ലാസ്. അപ്പോൾ സെക്കൻഡ് ക്ലാസ്സോടുകൂടെ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വളരെ പ്രധാനത്തോടെ അപ്ലൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. 1,05,300 വരെ സാലറി ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡിൽ പ്രധാനമായിട്ടും ഈ 4 തസ്തികളാണ് നമുക്ക് ഇപ്പോൾ ഡിഗ്രി ലെവലിൽ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തികളായിട്ടുള്ളത്. ഇനി നമുക്ക് അതേപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ അത് ഡിസ്ട്രിക്ട് വൈസ് ജനറൽ നമുക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തിക നമുക്ക് നോക്കാം. അതായത് കാറ്റഗറി നമ്പർ 741 നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ഗ്രേഡ്. ഓക്കെ, അതായത് 14 ജില്ലകളിലും നിരവധി വേക്കൻസികളുടെ വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത 66,800 വരെ സാലറി ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റും വേണ്ടത് ഡിഗ്രി ക്വാളിഫിക്കേഷനാണ്. നിലവിൽ 14 ജില്ലകളിലും വേക്കൻസികളുണ്ട്. 36 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി അതായത് ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ രീതിയിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഇത്രയും സബ്ജക്റ്റുകൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക. ഇനി അതുപോലെ അവസാനമായിട്ട് ജസ്റ്റ് 5 തസ്തിക നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും മറ്റൊരു തസ്തിക കൂടി നമുക്ക് നോക്കാം. അതായത് ലൈബ്രറിയനാണ്. ലൈബ്രറിയൻ ഗ്രേഡ് 4 ആൻഡ് കൾച്ചറൽ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതും കൂടി ഉദ്യോഗാർത്ഥികൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നോർമൽ മറ്റുള്ള ക്വാളിഫിക്കേഷൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു തസ്തികയാണ്. 66,800 രൂപയാണ് സാലറി ലഭിക്കുന്നത്. അത് ലൈബ്രറിയൻ സാലറി ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നോക്കാം. അതായത് SSLC, അതേപോലെ തന്നെ ലൈബ്രറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അപ്പോൾ ഡിഗ്രി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ എടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ SLCയുടെ കൂടെ ഈക്വലൻ്റ് ഡിപ്ലോമ ലൈബ്രറി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് ലൈബ്രറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 5 തസ്തികകൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് കാറ്റഗറി നമ്പർ ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് സെക്രട്ടറി അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട തസ്തിക കൃത്യമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്ത് വരുന്നവരുണ്ട്. അതുപോലെ ഇനിയും പ്രിപ്പയർ ചെയ്യാത്തവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സമയങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിഗ്രി ലെവലുള്ള എല്ലാ പരീക്ഷകളും നമ്മൾ മനസ്സിലാക്കേണ്ട കോമൺ ആയിട്ട് ഏകദേശം സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഗ്രി ലെവലുള്ള കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് റെഫറൻസ് ബുക്ക് വാങ്ങി കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. അതേപോലെ കോച്ചിങ്ങിന് പോകുന്നവർ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ളൊരു ജോലിയിലേക്ക് എത്തുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിക്കുന്നു. കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കേരള പീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഗവൺമെൻറ് ജോബ് ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.